അണ്ണൻ കണ്ടവനെ വീർക്കുന്നുണ്ടല്ലോ. ഉണ്ടോ? പിന്നെ അല്ലാണ്ട് കുറച്ച് പൗഡർ എടുത്തേ. സെറ്റിൽ. അപ്പൊ ഏത് മൂഡ്? ഒട്ടും അച്ഛാ, സുഖമാണല്ലോ, സന്തോഷമാണല്ലോ, സമാധാനമൊക്കെ ഉണ്ടല്ലോ. അണ്ണ നമ്മളൊരു കാര്യം ഓർഡർ ചെയ്യാൻ നമ്മൾ പറഞ്ഞേ. എടി എന്തോ വർത്താനോടാ നീ പറഞ്ഞ. അച്ഛാന്റെ വോട്ട് നമുക്കല്ലയോ, അല്ലയോ അച്ഛാ? അപ്പം വോട്ട് മറക്കണ്ട, വോട്ടിന് ചിഹ്നവും മറക്കണ്ട. മൈന പോട്ടെ. അവന്മാര് വന്നിരിക്കുക വോട്ടും ചോദിച്ച്. പാമ്പ് കിടക്കുന്നു. അയ്യോ അമ്മേ, പാമ്പ്. എന്താ പാമ്പ്? ആ പാമ്പല്ല, ഈ പാമ്പ്. അണ്ണ അയാൾ അടിച്ച് കിണ്ടിയായിട്ട് കിടക്കുക. മോനെ, ഈ പാമ്പിനെ എണ്ണിപ്പിച്ച് അസ്കി ഡാൻസ് കളിപ്പിക്കാൻ എനിക്കറിയാം മോനെ. ഞാനാണ് നമ്മുടെ നാട്ടിലെ സ്ഥാനാർത്ഥി. ദേ നോക്കിയടാ, നമ്മുടെ ചിഹ്നം പറയുന്നടാ. പുള്ളി തെറിയല്ലേ വിളിച്ചേ? അണ്ണ ഇയാള് തന്നെ ഫിറ്റാണ്. നമ്മൾ ഓട്ടോ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എടാ, ഇതിനെ ഓണാക്കാൻ ഇപ്പൊ ഒരു വഴിയുണ്ട്. ഞാൻ സാധനം കൊടുത്തേ. സഹോദരാ, ചേട്ടാ, ഞാനാണ് നമ്മുടെ നാട്ടിലെ സ്ഥാനാർത്ഥി. അപ്പൊ എനിക്ക് തന്നെ മറക്കാതെ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യണം. എന്റെ പൊന്നോടുള്ള സന്തോഷം. എന്തിനാണ് ഉമ്മ വെച്ചപ്പാണ് നിന്ന് കൊടുത്തേ? നമ്മുടെ സ്റ്റാറ്റസ് പോകത്തില്ലേ? എടാ, വോട്ടായി പോയി. അല്ല, നീ അടിച്ച് വീലായി കിടക്കുന്നവനൊക്കെ ഞാൻ ഈ ഇത്രയും പൈസയുടെ സാധനം വാങ്ങിച്ചു കൊടുക്കുവോ? അണ്ണനെ നിനക്കറിയാലോ. ഈ വഴി നേരെ ചെന്ന് കഴിഞ്ഞാൽ ലളിതചേച്ചിയുടെ വീട്ടിലോട്ടാ പോണത്. വോട്ട് ചെയ്യണേ. എന്തിന്? ഞാനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. നമുക്ക് വോട്ട് ചെയ്യണം. വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞേക്കണം വോട്ട് ചെയ്യാൻ, കേട്ടാ? ഇവിടെ ഈ ഫോൺ എടുത്ത് സംസാരിക്കണം. ഞാനാ വീട്ടിൽ കയറട്ടെ. ചേച്ചിയേ, ചേട്ടാ, ഞാനാണ് എന്നെ കൊണ്ട് തല ഇറക്കത്തൊരു വീട്ടിൽ ഓട്ടോ വയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അത് പറയാനാ ഞാൻ വിളിച്ചേ. എടാ, ആ വീട്ടിൽ കയറലെന്ന് പറ. ആ വീട്ടിലൊരു മുതുക്ക് പട്ടിയുണ്ട്. ആ പട്ടിയുടെ മുമ്പിലെങ്ങാനും ചെന്ന് വിട്ട് കഴിഞ്ഞാൽ വോട്ട് പോയിട്ട് ജട്ടി പോലും കിട്ടത്തില്ല. പിന്നെ വെള്ള ഷർട്ടും വെള്ള മുണ്ടും കണ്ടു കഴിഞ്ഞാൽ അത് കടിച്ച് കീറും. വിട്ടോളാം. നേതാവ്, നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ മുന്നാവ്, മാറ്റിമറിക്കണ ദുനിയാവ്.